അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ ഖനാത്തി. പ്രിയ കുട്ടികളെ, 7ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് പ്രവർത്തനത്തിന് നിർബന്ധമായിട്ടും ഉത്തരം എഴുതേണ്ടതാണ്. നമുക്ക് നോക്കാം. അൽ ബയാൻ. നഖ്റഉൽ ഫിക്റ വനുജീബു അനിൽ അസ്ഇലത്തി താലിയ. വൈക്കം മുഹമ്മദ് ബഷീർ അദീബുൻ മഷ്ഹൂറുൻ. വുലിദ ബിതലയോലപ്പറമ്പ് ബിമുഖാത്തഅത്തി കൂത്തയം സന 1908 മീലാദിയ. വാലിദുഹു കെ അബ്ദുറഹ്മാൻ. വാലിദത്തുഹു കുഞ്ചാത്തുമ. ലുക്കിബ ബിബേപ്പൂർ സുൽത്താൻ. ലഹു മുഅല്ലഫാത്തുൻ കസീറ മിസ്ല ഷാത്ത് ഫാത്തിമ. കാന ലിജദ്ദി ഫീലുൻ റഫീഖത്തു സിബ. തൂഫിയ ബേപ്പൂർ ഫിൽ ഖാമിസ് യൂലിയു സന 1994 മീലാദിയ. അർത്ഥം നോക്കാം. അൽ ബയാൻ ഒരു വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. നഖ്റഉൽ ഫിക്റ ഈ പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വനുജീബു ഉത്തരം നൽകാം. അനിൽ അസ്ഇലത്തി താലിയ താഴെയുള്ള ക്വസ്റ്റ്യന് ഉത്തരം നൽകാം. വൈക്കം മുഹമ്മദ് ബഷീർ അദീബുൻ മഷ്ഹൂറുൻ. അദീബ് സാഹിത്യകാരനാണ്. മഷ്ഹൂർ ഫേമസ് ആയിട്ടുള്ള ഒരു സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. വുലിദ ബി അദ്ദേഹം ജനിച്ചത് തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ്. ബി മുഖാത്തഅത്തി കൂത്തയം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് ജനിച്ചത് 1908. വാലിദുഹു അദ്ദേഹത്തിൻ്റെ ഉപ്പ കെ അബ്ദുറഹ്മാൻ ആയിരുന്നു. വാലിദത്തുഹു അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് കുഞ്ഞാത്തുമ്മ എന്നാണ്. ലുക്കിബ അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് ബേപ്പൂർ സുൽത്താൻ എന്നാണ്. ലഹു മുഅല്ലഫാത്തുൻ കസീറ ധാരാളം മുഅല്ലഫാത്തുകൾ രചനകൾ അദ്ദേഹത്തിനുണ്ട്. മിസ്ല ഷാത്തു ഫാത്തിമ ഫാത്തുമ്മയുടെ ആട്. കാനലി ജദ്ദി ഫീൽ ഒരു പൂപ്പാക്ക് ഒരാനുണ്ടായിരുന്നു. റഫീഖത്തു സിബ ബാല്യകാല സഖി എന്നിവ അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കുകളാണ്. തൂഫിയ ബേപ്പൂർ അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീർ മരണപ്പെട്ടത് ഫിൽ ഖാമിസി യൂലിയു ജൂൺ 5, 1994 മരണപ്പെടുന്നത്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവയുടെ ആൻസേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫി ഐ മുഖാത്തഅത്തിൻ ഏത് ജില്ലയിലാണ് വുലിദ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് ഏത് ജില്ലയാണ്? കാലിക്കൂത്ത്, കണ്ണൂർ, കൂത്തയം, തൃശ്ശൂർ. ഏത് ജില്ലയിലാണ് ജനിച്ചത്? കൂത്തയം കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ആൻസർ ജീമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ലുക്കിബ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്ഥാനപ്പേര് ബിഡാഷ്. കൂത്തയം സുൽത്താൻ, സുൽത്താനുൽ ഹിന്ദ്, കേരള സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ. ആൻസർ എല്ലാവർക്കും അറിയാം. ദാലാണ് ബേപ്പൂർ സുൽത്താൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൻ അല്ലഫ കിതാബ റഫീഖത്തു സിബ എന്ന ബുക്ക് രചിച്ചത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ, കമല സുരയ്യ, തോഹ ഹുസൈൻ, ജവഹർലാൽ നെഹ്റു. ആൻസർ അലിഫാണ്, വൈക്കം മുഹമ്മദ് ബഷീർ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. തൂഫിയ ബേപ്പൂർ സുൽത്താൻ സന. ബേപ്പൂർ സുൽത്താൻ മരണപ്പെട്ട വർഷമാണ് ചോദിക്കുന്നത്. 1994 1908 2004 1918 ആൻസർ 1994. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. മാ ഹുവ സ്വഹീഹ്. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവയിൽ ഏത് വേർഡാണ് ശരിയായിട്ടുള്ളത്? സുൽത്താൻ, 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 സുൽത്താൻ. ആൻസർ ബി ആണ്, സുൽത്താൻ. രണ്ടാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ ആണ്. അടുത്ത പ്രവർത്തനം. ബാസിത്തുൻ ദാരിസുൻ ഫി സൊഫിൽ ഖാമിസി. 5ാം ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റ് ആണ് ബാസിത്ത്. കാനയക്കൂമു അവൻ നിൽക്കുകയായിരുന്നു. ഫി തോബൂരി സ്വബാഹ് അസംബ്ലിയിലെ. യൗമൽ ഇസ്തിക്ലാൽ സ്വാതന്ത്ര്യ ദിനത്തിലെ അസംബ്ലിയിൽ അവൻ നിൽക്കുകയായിരുന്നു. അസ്വബഹു സുദാഉൻ അവന് തലകറക്കം ബാധിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? ഫസഖതലൽ അർളി താഴെ വീണു. ദഹബ ബിഹി അവനെ കൊണ്ടുപോയി. അൽ മുദരിസു ഇലൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക് അധ്യാപകൻ കൊണ്ടുപോയി. ഇത്തസലൽ മുദരിസു അവിടെ വെച്ച് അധ്യാപകൻ കോണ്ടാക്ട് ചെയ്തു. ബിവാലിദിഹി അവന്റെ ഉപ്പയുമായിട്ട്. ഫിൽ ഹാത്തിഫി
ഫോണിൽ മൊബൈലിൽ വിളിക്കുകയാണ്. നുക്കമ്മിലുൽ ഹിവാർ, നമ്മൾ ആ കോൺവെർസേഷനെ കംപ്ലീറ്റ് ചെയ്യണം. അൽ മുദരിസ് അധ്യാപകനും അൽ വാലിദ് ഉപ്പയും തമ്മിലാണ് കോൺവെർസേഷൻ. ഫസ്റ്റ് ഹലോ എന്ന് പറയുന്നുണ്ട്, പിന്നെ അവിടെ ഒരു ഡാഷ് ഇട്ടിരിക്കുകയാണ്. ഉപ്പ അതിന് റിപ്ലൈ കൊടുക്കുന്നത് സൊബാഹുന്നൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സൊബാഹുന്നൂർ വരണമെങ്കിൽ ഫസ്റ്റ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? സൊബാഹുൽ ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഗുഡ് മോർണിംഗ്. പിന്നീട് ഉപ്പ ചോദിക്കുകയാണ് മൻ മഴി, എന്നോടൊപ്പം ആരാണ്, എനിക്ക് ആരാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അൽ മുദരിസ് അധ്യാപകൻ പറയുകയാണ് അന മുദരിസു ബാസിത്ത്, ഞാൻ ബാസിത്തിന്റെ അധ്യാപകനാണ്. അപ്പൊ ഉപ്പ ചോദിക്കുകയാണ് അ അൻത, നിങ്ങളാണോ ഡാഷ് അ അൻത എന്താവും ചോദിച്ചിട്ടുണ്ടാകുക? വാലിദു ബാസിത്ത്, ബാസിത്തിന്റെ ഉപ്പയാണോ നിങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉപ്പ എന്താണ് പറഞ്ഞത്? നാം, അതെ എന്ന് പറയാണ്. മാതാ, എന്താണ് വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുദരിസ് അസാബഹു, അവന് ബാധിച്ചു. എന്ത് ബാധിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്? സുദാ ഉൻ, തലകറക്കം അവന് ഉണ്ടായി എന്ന് പറയാണ്. അപ്പൊ ഉപ്പ ചോദിക്കുകയാണ് ഐന ഹുവ അൽ ആൻ, ഇപ്പോൾ അവന് എവിടെയാണ്? അൽ മുദരിസ് ഹുവ അൽ ആൻ, അവനിപ്പോൾ ഫിൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലാണ് എന്ന് അധ്യാപകൻ റിപ്ലൈ കൊടുത്തു. അപ്പോൾ വാലിദ് എന്താണ് ചോദിച്ചത്? മാതാ കാലത്തോ ബീബു, ഡോക്ടർ എന്താ പറഞ്ഞത്? അൽ മുദരിസ് അധ്യാപകൻ പറയാണ് ലാബാസ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ അൽ വാലിദ് ഉപ്പ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അൽഹംദുലില്ലാ, ശുക്രൻ, നന്ദി, അള്ളാഹുവിന് സ്തുതി, അജി ഓ അൽ ആൻ, ഞാനിപ്പോൾ തന്നെ വരാം. മൂന്നാമത്തെ പ്രവർത്തനം നുക്മിലുൽ ഫറാഉ ബി ഇസ്തിഖ്ദാമിൽ കലിമാത്തിൽ മുനാസിബ. നുക്മിലുൽ ഫറാഉ, വിട്ട ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ബി ഇസ്തിഖ്ദാം, ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അൽ കലിമാത്തിൽ മുനാസിബ, കലിമാത്ത് വേർഡ്സുകൾ, അൽ മുനാസിബ യോജിച്ച വേർഡുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മിനൽ കൗസൈനി ബ്രാക്കറ്റിൽ കൊടുത്ത വേർഡ്സിൽ നിന്നും അനുയോജ്യമായത് വിട്ട ഭാഗത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോറൽ ബുസ്താനു, പൂന്തോട്ടം ആയിത്തീർന്നു. ജമീലുൻ, ജമീലൻ, ജമീലിൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാന, സോറാസ്, ബാംസ, അല്ല, ഇവയൊക്കെ വന്നാൽ ആദ്യത്തെ ഇസ്മിന് റഫും രണ്ടാമതായി വരുന്ന ഖബറിന് എന്തായിരിക്കണം? നെസ്ബുമായിരിക്കണം. അപ്പൊ ഏതാണ് ഇവിടെ ശരി? ജമീലൻ. രണ്ടാമത്തേത് അന എന്ന ലൊമീറാണ്. അന വന്നു കഴിഞ്ഞാൽ മുലാരി ആയ വേർഡ് ഫസ്റ്റില് നമ്മൾ എന്താണ് വേണ്ടത് എന്നാണ് പഠിച്ചത്? അലിഫ് വരണം. അക്തുബു എന്നാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അക്തുബു, നെക്തുബു, യക്തുബു, തക്തുബു. അക്തുബു, ഞാൻ എഴുതുന്നു. അന, ഞാൻ. നെഹ്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാണ് അർത്ഥം. അതിന് യോജിച്ച മുലാരി ആയ വേർഡ് ഇതിലേതാണ്? നെഹ്നു വന്നു കഴിഞ്ഞാൽ എന്താണ് വരിക? യജ്ലിസു, അജ്ലിസു, നെജ്ലിസു, തജ്ലിസു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെഹ്നു വന്നു കഴിഞ്ഞാൽ നെജ്ലിസു, നൂനാണ് ഫസ്റ്റ് വരേണ്ടത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ബഹ്റുൻ എന്ന വേർഡിന്റെ ജം എന്താണ്? ബുഹാറുൻ, ബിഹാറുൻ, ബഹീറുൻ, ബഹാദിർ. ഏതാണ്? ബിഹാറുൻ എന്നാണ് അതിന്റെ ബഹുവചനം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലഇബ എന്നതിന്റെ മുലാരി, ലഇബയുടെ മുലാരി എൽ അബു, യഅബു, നർഅബു, അർഅബു. എന്താണ് മുലാരി? ലഇബ എൽ അബു എന്നാണ് ഇവിടെ ശരിയായത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇഖ്തിർ അൽ കലിമാത്തു തഹ്ദീബിയ, ഉപചാര വേർഡ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കണം. നൂറുൻ, ഉസ്രത്ത്, ശുക്രൻ, ബൈത്തുൻ. ഇവിടെ ഉപചാര വേർഡായി വരുന്നത് ശുക്രൻ എന്നാണ്. അടുത്ത പ്രവർത്തനം നോക്കൂ. നൊഇദ്ദു, നമുക്ക് തയ്യാറാക്കാം. അസ്ഇലത്തൻ, ക്വസ്റ്റ്യനിൽ മുഖാബലത്തി, ഇന്റർവ്യൂവിന് വേണ്ടി. മുസാരി ഇൻ, ഒരു കൃഷിക്കാരനോട് നടത്തുന്ന ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. ഫീ കറിയത്തിക്ക, നിങ്ങളുടെ ഗ്രാമത്തിലുള്ള. ബി ഇസ്തിഹ്ദാമിൽ അദവാത്തിൽ ഇസ്തിഫാം, ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം ഈ താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണം. മാത, എന്താണ്. ഹൽ, ആണോ. ഐന, എവിടെ. മത്ത, എപ്പോൾ. ഇവ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണം.
മാതാ വെച്ചിട്ട് എന്ത് ചോദിക്കാം? മാതാ തസ്റഉ ഫി മസ്റഅതുക, നിങ്ങളുടെ കൃഷിയിടത്തിൽ എന്താണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത്? ഹൽ ആണോ, തസ്തഖ്ദിമു നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, മുബീതാത്തുൽ ഹശറാത്ത് കീടനാശിനികൾ നിങ്ങളുടെ കൃഷിയിൽ ഉപയോഗിക്കാറുണ്ടോ? അയിന വെച്ചിട്ട് എന്ത് ചോദിക്കാം? അയിന മസ്റഅതുക, നിങ്ങളുടെ കൃഷിയിടം എവിടെയാണ്? മത്ത വെച്ചിട്ട് എപ്പോഴാണ്? മത്താ തദ്ഹബു നിങ്ങൾ പോകുന്നത് എപ്പോഴാണ്? ഇലാ മസ്റഅതുക നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ്? അടുത്ത പ്രവർത്തനം നോക്കൂ. നുൻഷിദുൽ മൻലൂമ പോയം നമുക്ക് പാടി നോക്കാം. വനക്തഷിഫുൽ അബിയാത്തൽ മുനാസിബ യോജിച്ച വരികൾ നമുക്ക് കണ്ടെത്തണം. ലിത്തസ്രീഹാത്തി താലിയ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളോട് യോജിച്ചു വരുന്നത് ഈ കവിതയുടെ ലൈനുകളിൽ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഇന്നത്ത ആവുന സഹകരണം എന്ന് പറഞ്ഞാൽ മിൻ സിഫാത്തിൽ ആക്കിലി ബുദ്ധിമാന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. യർക ബിഹി അവൻ അതുകൊണ്ട് ഉയരുന്നു. നെഹുവൻ നജാഹിൽ കാമിലി പൂർണ്ണമായ വിജയത്തിലെത്തുന്നു. ലൗലത്ത ആവുനു സഹകരണമില്ലായിരുന്നുവെങ്കിൽ ബൈന അബിന ഇൽവറ മനുഷ്യമക്കൾക്കിടയിൽ സഹകരണമില്ലായിരുന്നുവെങ്കിൽ ലം യുബ്ന മജ്ദുൻ മഹത്വം ഉണ്ടാകുമായിരുന്നില്ല. ഫി സമാനിൽ അവൽ ആദ്യകാലം തൊട്ടേ ഒരു മഹത്വവും ഉണ്ടാവുകയില്ല. ഉൻലുർ നീ നോക്ക്. ഇലന്നഹിലിൽ ലഈഫി ദുർബലമായിട്ടുള്ള ഒരു തേനീച്ചയിലേക്ക്. ബിജിസ്മിഹി അവന്റെ ശരീരത്തിലേക്ക് നോക്കൂ. ബിതആവുനിൻ സഹകരണം കൊണ്ട്. യുംസി അതായിത്തീരുന്നു. കജൈഷിൻ ഹാഇലിൻ ഒരു സൈന്യത്തെ പോലെ. എങ്ങനത്തെ സൈന്യമാണ്? ഹാഇലിൻ വളരെ ഭീമമായിട്ടുള്ള ഒരു സൈന്യമായി തീരുന്നു. ഒൻലോർ നീ നോക്ക്. ഇല അള്ള ഇജിസ്മിക നിന്റെ സ്വന്തം ശരീരത്തിലെ അവയവങ്ങളിലേക്ക് നീ നോക്ക്. ലം തക്കുൻ അതായിട്ടില്ല എങ്കിൽ. ലൗലത്ത ആവുനു പരസ്പരം സഹകരിച്ചില്ലായിരുന്നുവെങ്കിൽ. ഇൻസിജാമി മുദ്ഹിലുൻ ഒത്തൊരുമ നഷ്ടപ്പെടുമായിരുന്നു. ലൗലൽ ബിഹാറു സമുദ്രം അല്ലായിരുന്നുവെങ്കിൽ. ആവനത്ത് സഹകരിച്ചില്ലായിരുന്നുവെങ്കിൽ. വശംസു സൂര്യനുമായിട്ട് സമുദ്രം സഹകരിച്ചില്ലായിരുന്നുവെങ്കിൽ. മാലഹറ സഹാബു മേഘം പ്രകടമാകുമായിരുന്നില്ല. വഒയ്സുഹു അതിന്റെ മഴയും. ലം യുത്ഹിലു മഴ പെയ്യുമായിരുന്നില്ല. ഇനി ഇതേ പ്രസ്താവന താഴെ 5 കൊടുത്തിട്ടുണ്ട്. ഇതേ ആശയത്തോടു കൂടി വരുന്നത്. അവ എന്താണെന്ന് നോക്കാം. ഇന്നന്നഹ്ല നിശ്ചയം തേനീച്ച. ജയ്ഷുൻ കബീറുൻ വലിയൊരു സൈന്യമാണ്. തേനീച്ച വലിയൊരു സൈന്യമാണ് എന്ന് നമ്മൾ ഏത് ലൈനിലാണ് പറഞ്ഞത്? ഉൻലുർ ഇലന്നഹ്ലിൽ ലഈഫി ബിജിസ്മിഹി ബിതആവുനിൻ യുംസി കജയ്ഷിൻ ഹാഇലിൻ. ആ ലൈനാണ് ഇതുമായിട്ട് യോജിച്ചു വരുന്നത്. രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. യൻസിലുൽ മത്തറു മഴ ഇറങ്ങുന്നു. ബിതആവുനി ശംസി വൽ ബഹ്ർ സമുദ്രവും അതുപോലെ തന്നെ സൂര്യന്റെയും സഹകരണം കൊണ്ടാണ് മഴയുണ്ടാകുന്നത്. ഇതേ സെന്റൻസുമായി ആശയം വരുന്ന ലൈൻ ഏതാണ്? ലൗലൽ ബിഹാറു തആവനത്ത് വശംസു മാ ലഹറ സഹാബു വഒയ്സുഹു ലം യഹ്തലു എന്ന ലൈനാണ്. മൂന്നാമത്തേത് യൻജഹുൽ ആക്കിലു ബിതആവുനി പരസ്പര സഹകരണം കൊണ്ടാണ് ബുദ്ധിമാൻ വിജയിക്കുന്നത്. ആ ലൈന് ഫസ്റ്റ് ലൈനാണ് അതിന്റെ ആൻസർ വരുന്നത്. ഇന്ന തആവുന മിൻ സിഫാത്തിൽ ആക്കിലി യർക ബിഹി നഹ്വൻ നജാഹിൽ കാമിലി. നാലാമത്തേത് യുകവ്വിനുൽ മജ്ദു ബിതആവുനി പരസ്പര സഹകരണം കൊണ്ടാണ് മഹത്വം ഉണ്ടാവുന്നത്. മഹത്വവുമായി ബന്ധപ്പെട്ട് പറയുന്നത് രണ്ടാമത്തെ ലൈനാണ്. ലൗല തആവുനു ബൈന അബ്നാഇൽ വറ ലം യുബ്ന മജ്ദുൻ ഫി സമാനിൽ അവ്വലി. ഇനി 4 പറഞ്ഞു. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. തജ്രി അമലിയാത്തിൻ ജിസ്മിന സ്വഹീഹത്തിൻ ബിഇൻസിജാമിൽ അഅ്ളാ. തജ്രി നടക്കുന്നു. അമലിയാത്തു ജിസ്മിന നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങള്. സ്വഹീഹ ശരിയായി നടക്കുന്നത്. ഇൻസിജാമിൽ അഅ്ളാ അവയവങ്ങൾ തമ്മിലുള്ള പരസ്പര ഒത്തൊരുമ കൊണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്
ഏത് ലൈനാണെന്ന് നോക്കൂ. ഉൻലുർ ഇലന്നഹിലി ഏത് ലൈനാണ് വരുന്നത്? ഉൻലുർ ഇല അഅ്ളാഇ ജിസ്മിക ലം തകുൻ ലൗല തആവുനു ഫീ ഇൻസിജാമി മുദ്ഹിൽ എന്ന ലൈനാണ് ഇതുമായിട്ട് യോജിച്ചു വരുന്നത്. അടുത്ത പ്രവർത്തനം നോക്കൂ. നിഖ്റ ഉൽ ഫിക്ര പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വനുഇദ്ദു നമുക്ക് തയ്യാറാക്കാം. ബയാനാത്തി ശഖ്സിയ ബയോഡാറ്റ തയ്യാറാക്കാം. കാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു സാനിയൽ ഖുലഫാ ഇർ-റാഷിദീൻ. ഖുലഫാ ഉർ-റാഷിദീനിൽ രണ്ടാമത്തെ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉലിദ ബി മക്കത്തൽ മുക്കറം മക്കയിലാണ് അദ്ദേഹം ജനിച്ചത്. ഉലിദ ബി മക്കത്തൽ മുക്കറം സന 584 മീലാദിയ. ക്രിസ്താബ്ദം 584 ജനിക്കുന്നത്. യുലക്കബു ബിൽ ഫാറൂഖ് ഫാറൂഖ് എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. വാലിദുഹു അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് അൽ ഖത്താബ് ബിനു നുഫൈൽ എന്നും വാലിദത്തുഹു അദ്ദേഹത്തിന്റെ ഉമ്മ ഹൻതമ ബിൻത് ഹാഷിമുമാണ്. തവല്ലൽ ഖിലാഫത്ത ഭരണം അദ്ദേഹം ഏറ്റെടുത്തത് സന 12 ഹിജ്രിയ ഹിജ്റ 12 ഭരണം ഏറ്റെടുക്കുന്നത്. വകാന ഖുദ്വത്തൻ ഫിൽ അദ്ലി നീതിയിൽ അദ്ദേഹം ഖുദ്വത്തൻ മാതൃകയായിരുന്നു. വബസാത്തത്തിൽ ഐഷ് ലളിതമായ ജീവിതത്തിലും. തൂഫിയ അദ്ദേഹം മരണപ്പെടുന്നത് എന്നാണ് 644 മീലാദിയ അൽ മദീനത്തിൽ മുനവ്വർ മദീനയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇനി ഇതിലുള്ള ഇസ്മുൽ കാമിൽ ഫുൾ നെയിം എന്താണ് അദ്ദേഹത്തിന്റെ എന്ന് എഴുതണം. ഉമർ ഇബ്നുൽ ഖത്താബ്. ഇസ്മുൽ വാലിദ് ഉപ്പയുടെ പേര് എഴുതാനുണ്ട്. ഉപ്പയുടെ പേരെന്താണ്? ഖത്താബ് ബിനു നുഫൈൽ. ഇസ്മുൽ വാലിദത്ത് ഉമ്മയുടെ പേര് ഹൻതമ ബിൻത് ഹാഷിം. താരിഖുൽ മീലാദ് ജനിച്ച ഡേറ്റ് ചോദിക്കുന്നുണ്ട് 584. ലഖബ് സ്ഥാനപ്പേര് അൽ ഫാറൂഖ്. താരിഖുൽ വഫാത്ത് മരണപ്പെട്ട ഡേറ്റ് 644 മീലാദിയ. മക്കാനുൽ വഫാത്ത് മരിച്ച സ്ഥലം എവിടെയാണ്? അൽ മദീന മദീനത്തുൽ മുനവ്വറയിലാണ് മരണം. അൽ ബർനാമജ് അടുത്ത പ്രവർത്തനം. ഇത് നിർബന്ധമായിട്ടും എക്സാമിന് വരുന്നതാണ്. മോഡല് ഇതുപോലെയുള്ള മോഡലുകൾ പഠിച്ചു വെക്കുക. അൽ ബർനാമജ് പ്രോഗ്രാം. ഹസ്സൊല ജാബിർ ഹസ്സൊല അല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാബിറിന് ലഭിച്ചു, കരസ്ഥമാക്കി. അദ്ദറജത്തുൽ ഊല ഒന്നാം സ്ഥാനം ഫിൽ ഖുത്ബത്തിൽ അറബിയ അറബി പ്രസംഗത്തിന് ബിമുനാസിബത്തിന് അനുബന്ധിച്ച് ഇഹ്തിഫാൽ ആഘോഷത്തോടനുബന്ധിച്ച് അൽ യൗമിൽ ആലമിയ്യ ലില്ലുഅത്തിൽ അറബിയ അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് ഒന്നാം സ്ഥാനം ജാബിറിന് പ്രസംഗത്തിൽ ലഭിച്ചു. ജറത്ത് ഫിൽ മദ്രസത്തി സ്കൂളിൽ വെച്ച് നടന്നു. ഹെഫ്ലത്തുനൊരു മീറ്റിംഗ് ലിതഹ്നിയത്തി ജാബിറിനെ പ്രശംസിക്കാൻ വേണ്ടി. റഅസ അതിന് നേതൃത്വം നൽകിയത് ഉളുവുൽ മജ്ലിസിൽ കറവിയെ പഞ്ചായത്ത് മെമ്പറാണ് അധ്യക്ഷത വഹിച്ചത്. റഅസ എന്നും വരാം, അല്ലെങ്കിൽ റിയാസത്ത് എന്നും വരാം. നേതൃത്വം നൽകുക, അധ്യക്ഷത വഹിക്കുക. കാമ ബി നിർവഹിച്ചു. ഇഫ്തിതാഹ് ഉദ്ഘാടനം നിർവഹിച്ചത്. അൽ ഹഫ്ലത ആ മീറ്റിങ്ങിന് ഉദ്ഘാടനം നിർവഹിച്ചത് റഈസുൽ മജ്ലിസിൽ കറവിയെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അൽക റഹീസു ലജ്നത്തുൽ ഔസിയ ഇവൽ മുദരിസീൻ PTA പ്രസിഡന്റും വ അമീനു ലജ്നത്തുൽ മുദരിസീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് സെക്രട്ടറിയും ചേർന്നാണ് കെലിമാത്തു തഹാനി ആശംസകൾ അർപ്പിച്ചത്. അൽക നാളിറുൽ മദ്രസ ഹെഡ് മാസ്റ്റർ കെലിമത്തു തർഹീബ് സ്വാഗതം നിർവഹിച്ചു. ഇത് തർഹീബ് എന്ന വേർഡ് റഹബ എന്നും വരാറുണ്ട്. രണ്ടും തർഹീബ് എന്ന് പറഞ്ഞാൽ സ്വാഗതം ചെയ്യൽ, മസ്തർ. റഹബ എന്ന് പറഞ്ഞാൽ സ്വാഗതം ചെയ്തു. രണ്ടു വേർഡും ശ്രദ്ധിക്കുക. വ മുദരിസുൽ അറബിയ അറബി ഭാഷ അധ്യാപകനാണ് കെലിമത്തു ശുക്ർ നന്ദി പറഞ്ഞത്. നൊഇദ്ദു നമുക്ക് തയ്യാറാക്കാം. ബർനാമിജ പ്രോഗ്രാം. അൽ ഹഫ്ലത്ത ആ മീറ്റിങ്ങിൻ്റെ പ്രോഗ്രാം നമുക്ക് തയ്യാറാക്കണം. കെലിമത്തു തർഹീബ്
സ്വാഗതം ചെയ്തത് ഇതിലാരാണ്? സ്വാഗതം ചെയ്തത് നാളിറുൽ മദ്രസ ഹെഡ് മാസ്റ്റർ ആണ്. റഈസ് അധ്യക്ഷത വഹിച്ചത് ഉളുവുൽ മജ്ലിസിൽ കറവിയ്യ്. അടുത്തത് അൽ ഇഫ്തിതാഹ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? റഈസുൽ മജ്ലിസുൽ കറവിയ്യ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. കെലിമത്തു തഹാനി ആശംസകൾ അർപ്പിച്ചത് ആരൊക്കെയാണ്? റഈസുൽ ലജ്നത്തുൽ ഔസിയ വൽ മുദരിസീൻ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റും അമീനു ലജ്നത്തുൽ മുദരിസീൻ സ്റ്റാഫ് സെക്രട്ടറിയും ചേർന്നാണ്. കെലിമത്തു ശുക്ർ നന്ദി പറഞ്ഞതാരാണ്? മുദരിസുൽ അറബിയ അറബി ഭാഷ അധ്യാപകനാണ് ഈ പ്രോഗ്രാമിന് നന്ദി പറഞ്ഞത്. അടുത്ത പ്രവർത്തനം നോക്കാം. ഇത് നമുക്ക് തയ്യാറാക്കാം. അൽ മുദക്കിറത്തുദ്ദാത്തിയ സ്വന്തം നിലയിലുള്ള ഒരു കുറിപ്പ് അനിൽ കിതാബ് ബുക്കിനെ കുറിച്ച്. ഇസ്തിഖ്ദാമി ഉപയോഗിച്ചുകൊണ്ട് അൽ കെലിമാത്തി താലിയ താഴെയുള്ള താഴെയുള്ള വേർഡുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അന ഞാൻ, മിഫ്താഹുൻ കീയാണ്, കിസസുൻ കഥ, റിവായാത്ത് നോവലുകൾ, മൻലൂമാത്ത് കവിതകൾ, ഒലൂം വിജ്ഞാനങ്ങൾ, സ്വദീഖ് കൂട്ടുകാരൻ. അന കിതാബുൻ ബുക്ക് പറയാണ്, ഞാനൊരു ബുക്കാണ്. മിഫ്താഹുൽ ഉലൂം വിജ്ഞാനങ്ങളുടെ ഒരു താക്കോലാണ്, കീയാണ്. അൽ കിസസി കഥയുടെയും റിവായാത്ത് നോവലുകളുടെയും വൽ മൻലൂമാത്ത് കവിതകളുടെയും. അന ഉസ്താദ് ഇൻസാൻ എല്ലാ മനുഷ്യന്റെയും വഴികാട്ടിയാണ്. വസുദീഖുൻ കൂട്ടുകാരനാണ്. ഇതുപോലെ നിങ്ങൾ കുറച്ച് അദവാത്തുകളെ കുറിച്ച് സ്വയം മുദക്കിറത്തുദാത്തിയ ഉണ്ടാക്കി നോക്കുക. പ്രിയ കുട്ടികളെ, ബർനാമജ് പ്രോഗ്രാമുകൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. മാളി മുലാരി ആയ വേർഡുകൾ പഠിക്കുക. കെലിമാത്തു തഹ്ദീബി ആയ വേർഡുകളും പഠിക്കുക. അതുപോലെ ബയാനാത്തു ഷഖ്സിയ ബയോഡാറ്റ തയ്യാറാക്കി പഠിക്കുക. അതേപോലെ മുക്കാബല ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ തയ്യാറാക്കി നോക്കുക. കാന വ അഖവാത്തുഹ കാനയും അവയുടെ സഹോദരിമാരും വരുമ്പോൾ എന്തൊക്കെയാണോ നിയമങ്ങൾ അത് പഠിക്കുക. മുഫ്രദ് ജംഅ് പഠിക്കുക. അന നെഹ്നു എന്നീ ലൊമീറുകൾ വരുമ്പോൾ എന്താണ് മുലാരി ആയ വേർഡുകളിൽ മാറ്റം വരുന്നത് എന്നും മനസ്സിലാക്കുക. നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.